18ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആദർശിന്റെ സമാധാനം കളഞ്ഞ് നസർ നേരെ കുറ്റിയും പറിച്ച് നട്ടപ്പാതിലേക്ക് മനുഷ്യനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിനക്കെന്താ അവിടെ കാര്യം? ഈ വീട്ടിലേക്ക് വന്നേക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അവനെ ഞാനാ വിളിച്ചത്. നമ്മൾ തങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലേ? ഏതായാലും ഞാനിന്ന് അതിനെല്ലാം കൂടി നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. കാരണം നമ്മളെല്ലാം ഒരേ ഫാമിലി അല്ലേ? അല്ലേ മർജാൻ? നസർ പിന്നെയും തളരാതെ ആദേശിനോട് അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ ആദേശ് അവർക്ക് വേണ്ടി റെഡിയാക്കിയ ഫുഡെല്ലാം വലിച്ചു നിലത്തിടുകയാണ്. ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇനി കൂടുതൽ പ്രശ്നമാവാതിരിക്കാൻ ഡെമറ്റ് ഉടനെ നസറിനെ വലിച്ചോണ്ട് പോയി. നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ? എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ ദേഷ്യത്തോടെ ഡൈനിങ് ടേബിളിന് മുന്നിൽ ചെന്നിരുന്നു. ഇവനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? മാറി നിൽക്കേ. എന്തു പറ്റി നിനക്ക്? എന്താണ് കാര്യം നിനക്ക് അറിയത്തില്ലേ? എന്താണ് നിന്റെ പ്രശ്നം? നസീർ കഴിഞ്ഞ കാലമൊക്കെ മറന്ന് നമ്മളുമായി പുതിയൊരു സൗഹൃദം തുടങ്ങിയിരിക്കുകയാണ്. നോക്ക്, നീ ഇങ്ങനെ അവരോട് ചെയ്യാൻ പാടില്ലായിരുന്നു. അവന് വേണ്ടി വക്കാലത്തുമായിട്ട് നീ എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ ആർക്കും വേണ്ടി സംസാരിച്ചതല്ല. നോക്ക്, നീ എൻ്റെ വൈഫാണ്. അതുകൊണ്ട് എൻ്റെ വൈഫിനെ മറ്റാരും ടച്ച് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ എന്തേ പറയുന്നേ? ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. എനിക്ക് നാളെ അവനെ ഫേസ് ചെയ്യണം. എന്നാ നീ ഇനി കമ്പനിയിലേക്ക് പോകണ്ട. എന്താ? അവൻ ആ കമ്പനിയിൽ ഉള്ളിടത്തോളം കാലം നീ ആ കമ്പനിയിൽ കയറി പോരുമെന്ന്? ഇല്ല, അത് പറ്റില്ല. ഇനി കൂടുതൽ സംസാരമില്ല. നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങോട്ട് വിളിച്ചത്? വേറെന്തിനാ അവളുടെ തനിക്കോണം നിനക്ക് കാണിച്ചു തരാൻ? നീ കണ്ടതല്ലേ അവൻ അവളുടെ അടുത്ത് എങ്ങനെയായിരുന്നു എന്ന്? വെൽക്കം ചെയ്യുന്നു, തൊടാൻ ചെല്ലുന്നു. നമ്മുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇല്ലാതപ്പോൾ എങ്ങനെയായിരിക്കും? അമ്മ ഈ പറയുന്നത് ശരിയല്ല. ഇനി ഈ വർത്തമാനം തുടർന്ന് നമ്മൾ ഉറപ്പായിട്ടും വഴക്കിടും. നിന്നോടും കൂടെ. ആദേശ്, ഇതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനത് ചെയ്തത്, അവളല്ല. അമ്മ, നിങ്ങളിപ്പോൾ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ ശത്രുവിനെയാ. ശരി, നിങ്ങൾ വിചാരിക്കുന്നതിൽ എനിക്കാണ് പ്രോബ്ലം എന്നല്ലേ? എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഞാൻ ഓക്കെയാണ്. നീ ഓക്കെ അല്ല ആദേശ്. നീ മറന്നു പോകുന്നത് നമ്മുടെ ശരിക്കുള്ള ശത്രു ആരാണെന്ന്. അതൊരിക്കലും നസീറല്ല, ഹൈദറാണ്. ഒരു കാര്യമില്ലാതെ ആ പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നീ നല്ലൊരു അവസരമാണ് നമ്മുടെ കളഞ്ഞത്. ഇപ്പം നീ കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ ഞാനിന്ന് നസീറിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. ആ പെണ്ണ് എങ്ങനെയുള്ളവളാന്ന് എനിക്ക് കാണിച്ചു തരാൻ. അമ്മ ഈ സബ്ജക്റ്റ് മാത്രമാണ് തലയിൽ വെച്ചിരിക്കുന്നത്. ഞാൻ ആരെയും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാ. അവസാനമായിട്ട് ഞാൻ പറയാം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി ചെയ്യരുത്. ആദേശിനെ പിണക്കിയ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി മുസേന ഉടനെ അത് കോംപ്രമൈസ് ആക്കി. ഈ സമയം സെഹ്റ എങ്ങനെയെങ്കിലും ചീച്ചക്കിന്റെയും മാലിക്കിന്റെയും പ്രേമം പൊട്ടിക്കാൻ നടക്കുകയാണ്. അപ്പോഴാണ് അവളുടെ കുരുട്ടുബുദ്ധിയിൽ പുതിയൊരു ഐഡിയ തോന്നുന്നത്. അവൾ നൈസ് അവിടെ കമ്മലൂരി മാലിക്കറിയാതെ അവന്റെ പോക്കറ്റ് കൊണ്ടിട്ടു. കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളോർത്ത് മർജാൻ ഈ സമയം ഡെമറ്റിനോടും നസറിനോടും സോറി പറഞ്ഞു. നീ സോറി ഒന്നും പറയണ്ട. ഇതൊന്നും നിന്റെ തെറ്റല്ലല്ലോ. എനിക്കറിയില്ല അവൻ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന്. എന്നെയും കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്തു. ഈ സമയം ഇവരുടെ ഈ സംഭാഷണം കണ്ടുകൊണ്ടാണ് ആദേശ് അതിലെ വരുന്നത്. ഇവരെന്താ ഇപ്പോഴും ഇവിടെ ചെയ്യുന്നേ? എടാ നിക്ക്, അവർ പോകുവാ. നീ പ്രശ്നം ഉണ്ടാക്കരുത്. നസീർ അവിടുന്ന് പോയി കഴിയുമ്പോഴാണ് കുറച്ചകലെ മാറി നിൽക്കുന്ന ആദേശിനെ അവൾ ശ്രദ്ധിക്കുന്നത്. ഈ സമയം ബിന്നാസ് അവർ കൊടുത്ത പൈസയെല്ലാം ബെറാത്ത ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് ഓർത്തിരിക്കുകയാണ്. അവൻ കാശ് മറിച്ച കാര്യം മാലിക്കിന് അറിയാമെങ്കിലും അവനത് ബിന്നാസിനോട് പറയുന്നില്ല. ഇതേ സമയം സാധാരണ പോലെ ആദേശും ജമാലും തമ്മിൽ ഒരു ഫൺ ഫൈറ്റ് നടക്കുകയാണ്. എങ്ങനെയാണെന്നറിയില്ല, ഈ ജമാലിന് ഇങ്ങനെ ഇവരുടെ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് മാത്രം കുറെ ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. അത് ക്ലിയർ ആക്കുന്ന വഴിയിൽ ആദേശിന്റെ വക നല്ല പരിക്കും കിട്ടും. എടാ സത്യം പറ, നീ നസീറിനോട് ദേഷ്യം കാണിക്കുന്നത് മർജാൻ കാരണം ശരിക്കും അവനോട് ജലസി തോന്നിട്ടല്ലേ? എന്ത്? നീ ആവശ്യമില്ലാത്ത പറയണ്ട. ഈ സമയം മർജാന് ഉറക്കമില്ലാതെ അവൻ ദേഷ്യപ്പെട്ട കാര്യം ഓർത്ത് അതിലെ ഇതിലെ മുറിക്കൂടെ നടക്കുകയാണ്. ജമാല് കുറച്ചു മുന്നേ ഓർപ്പിച്ചിട്ടാണോ എന്നറിയില്ല, മർജാൻ അവന്റെ തലയിൽ കിടന്ന് കറങ്ങുന്നവരാണ് തോന്നുകയാണ്. അതിനിടയ്ക്ക് പുട്ടിന് പീരിയിടുന്ന പോലെ നസീറിനെ കാണുമ്പോൾ ജമാലിനിട്ട് നല്ലത് കിട്ടുന്നു. ഈ സമയം ഹൈദർ നാളെ എന്തോ വലിയ പ്ലാൻ ഉണ്ടെന്ന് നെർമിനോട് പറഞ്ഞു. മിക്കവാറും സാഹിനിട്ടുള്ളതായിരിക്കും. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാനത് ഉറപ്പായിട്ടും പറയണം. ഞാൻ അമ്മ ചെയ്തത് ന്യായീകരിക്കുമല്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ നീ ചെയ്തത് നല്ല ഓവറായിരുന്നു. എനിക്കറിയില്ല, അപ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ റിഗ്രറ്റ് ചെയ്തിട്ട് എന്തിനാ? അമ്മ ചെയ്ത് കൂട്ടിയതല്ല അമ്മയുടെ പക്ഷം ജയിക്കാൻ വേണ്ടിയാ. അതൊന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നീ അമ്മ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരു തവണ നമ്മുടെ ഹൃദയം സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ ചെവി പറയുന്നത് കേൾക്കില്ല. ആദേശ് ഇപ്പോൾ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. തലയൊന്ന് തണുക്കട്ടെ എന്ന് കരുതി വെള്ളത്തിൽ ചാടുമ്പോഴും അവൻ്റെ ചെവിയിൽ മർജാൻ്റെ സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത്.
കൂടെ ജമാലിന്റെ പിരികേറ്റലും കൂടെ ആയപ്പോ സാറിന്റെ ഉറക്കം ഫുള്ള് പോയി. നീ ഉറങ്ങിയില്ലേ? ഇല്ല, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. എനിക്കൊന്ന് സംസാരിക്കണം. പക്ഷെ അവൾ പറയുന്നതിനൊന്നും അവൻ വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. നോക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷനിലെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ആർക്കിടെക്റ്റ് ആകുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലുള്ള ഡ്രീമായിരുന്നു. ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് എൻ്റെ പ്രൊഫഷനും കൂടെ നീ നശിപ്പിക്കരുത്. നീ കേൾക്കുന്നുണ്ടോ? എനിക്കറിയാം നീ ഉറങ്ങിയില്ലെന്ന്. എന്തെങ്കിലും ഒന്ന് പറയേ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാ. പിറ്റേ ദിവസം രാവിലെ ഒരാവശ്യമില്ലാത്ത മറിച്ചാൻ നേരത്തെ എണീറ്റു. ഇന്ന് നിനക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ നീ നേരത്തെ എഴുന്നേറ്റേ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കുറെ കൂടെ കിടന്നുറങ്ങിയാനെ. അതിന് നീയല്ലല്ലോ ഞാൻ. ഈ സമയം അറിയാതെ പോക്കറ്റിൽ കൈയിടുമ്പോൾ ഇന്നലെ സെഹറയിട്ട് അവളുടെ കമ്മൽ മാലിക്കിന്റെ കയ്യിൽ കുത്തിക്കയറി. ഇത് കണ്ട് ഇന്നലെ അവൻ ഡ്രസ്സ് മാറിയില്ല എന്ന ചോദ്യം അവിടെ നിരോധിച്ചിരിക്കുന്നു. ഈ കമ്മൽ കണ്ട് കൺഫ്യൂസ് ആയിരിക്കുകയാണ് മാലിക്. തൊട്ടപ്പുറത്ത് തന്നെ നോക്കി പേടിപ്പിച്ച് ചീച്ചക്കും ഉണ്ട്. നീ എങ്ങോട്ടാ രാവിലെ? എനിക്ക് കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. അതാ ചോദിച്ചാൽ എങ്ങോട്ടാന്ന്? ഒന്ന് പോടാ, എനിക്ക് പറയാൻ സൗകര്യമില്ല. ഇത് പറയാൻ നീ എങ്ങോട്ടും പോകാനും പോകുന്നില്ല. കറക്റ്റ് ടൈമിലാണ് നസീർ കുറച്ച് സ്നാക്സ് മേടിച്ച് അതുവഴി വരുന്നത്. ഫുഡിന്റെ കാര്യമായതുകൊണ്ട് അത് മേടിക്കണം എന്നുണ്ടായിട്ടും ആദേശ് അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയം ചീച്ചക് രാവിലെ കിട്ടിയ കമലിന്റെ പുറകെയാണ്. അവൾ ആ മാൻഷൻ മുഴുവൻ ആ കമലിന്റെ മറ്റേ ജോഡി അന്വേഷിച്ച് നടന്നു. നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? നിനക്കല്ല ഡെസേർട്ട് കഴിക്കണം എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞവൻ 2 റൈസ് പുഡിംഗ് ഓർഡർ ചെയ്തു. നീയാണോ തീരുമാനിക്കുന്നത് ഞാൻ എന്താ കഴിക്കേണ്ടതെന്ന്? എന്നാ നിനക്കിഷ്ടമുള്ള പറഞ്ഞു. എനിക്ക് ഈ കരിഞ്ഞൊന്നും ഇഷ്ടമല്ല. അവൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ അവൾക്ക് ആ പഴയ താഹിറിനെയാണ് ഓർമ്മ വരുന്നത്. ഈ കരിഞ്ഞ ഭക്ഷണം അവനും ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നില്ല. എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, ഞാൻ വെറുതെ. ഞാൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? ആദേശ് ഇപ്പം നോർമലല്ല. എനിക്ക് തോന്നുന്നു മർജാൻ കാരണം അവന് നസറിനോട് ജലസി തോന്നുന്നുണ്ടെന്ന്. നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയൊന്നുമില്ല. എന്തില്ലാന്ന് എനിക്കറിയാം, അമ്മയ്ക്ക് നന്നായിട്ട് അറിയാന്ന്. എൻ്റെ പൊന്നസ്ലി, അവൻ അങ്ങനെ ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. നമുക്കറിയാന്നല്ലേ അവനെ. എനിക്കും കമ്പനി വരണം. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ. എൻ്റെ ഡിസിഷൻ ഫൈനലാണ്. ഈ സമയം സാഹിദ അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ആദേശിനെ വിളിച്ചു. ശരി വാ പോവാ. എങ്ങോട്ട്? എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ഇപ്പോൾ. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. എന്നാ നീ പൊക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് തനിയെ വീട്ടിൽ പൊക്കോളാം. അത് വേണ്ട. പുറത്തു പോകാൻ പാടില്ല, വർക്ക് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇതെന്തൊരു ലൈഫാണ്? നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൈയും കാലും കൂടെ അങ്ങ് കെട്ടിയിട്. എന്നാൽ ശരി, പക്ഷെ ലേറ്റ് ആവരുത് എന്ന് പറഞ്ഞ് കുറച്ച് പൈസ അവിടെ വെച്ച് അവൻ അവിടെ നിന്ന് പോയി. അവൻ പോയ ഉടനെ അവൾ നേരെ നസറിന്റെ നമ്പർ ഡയൽ ചെയ്തു. ഈ സമയം കമ്മല് കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന ചീച്ചക്കൻ്റെ കയ്യിൽ നിന്ന് ഒന്നും അറിയാത്ത പോലെ സെഹ്റ വന്ന് മേടിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഉറപ്പായിട്ടും നസറിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഈ കാര്യം പറഞ്ഞ് സെഹ്റ അവനെ വാൺ ചെയ്യുന്നു. അടുത്ത സീനിൽ ഹൈദർ സാഹിനെ പിടിച്ച് ഇതിന്റെ പുറകിൽ ആരാണെന്ന് ചോദിച്ച് ടോർച്ചർ ചെയ്യാണ്. അവനൊന്നും പറയില്ല എന്ന് മനസ്സിലാക്കി അവസാനം ദേഷ്യപ്പെട്ട് ഹൈദർ അവനെ ഷൂട്ട് ചെയ്യുന്നു. ഹൈദറിന്റെ കൂടെയുള്ള ദേ നിൽക്കുന്നവൻ ജമാലിന്റെ ചാരനാണ്. അവൻ കൃത്യമായി ഈ കാര്യം ജമാലിനെ വിളിച്ചറിയിച്ചു. സാഹിന്റെ മരണം കേട്ട് അവരും വല്ലാണ്ടാവുന്നു. ഈ സമയം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആദേശ് ക്യാബിനെ തിരിച്ചെത്തി. സെയിം ടൈമിൽ തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കമ്പനിയിലേക്കുള്ള മെർജാന്റെ എൻട്രി. അതിന് നസറിന്റെ കൂടെ. നിന്നെ ഇവിടെ ഞാൻ ഫയർ ചെയ്തതല്ലേ, പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യാ? ഇപ്പം എനിക്ക് കമ്പനിയായി ഒരു ബന്ധവും ഇല്ല. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷെ ഞാനിവിടെ ഇപ്പം വന്നിരിക്കുന്നത് ഇൽദ്രിങ് ഹോൾഡിങ്സിലെ എംപ്ലോയി ആയിട്ടല്ല. ഇവളിപ്പോൾ എൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവസാനം ഒരു ഗോളെങ്കിൽ ഒരു ഗോള് കൃത്യസ്ഥാനത്ത് വേണ എക്സൈറ്റ്മെന്റ് നിൽക്കുന്ന മർജാനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് ആഴ്ച എന്ന കുട്ടി.